സുഹൃത്തുക്കളെ, മതപരിവർത്തന നിയമത്തിൻ്റെ മറവിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ നടത്തുന്ന പീഡനങ്ങൾ അരങ്ങേറുകയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ദുർഗ് സ്റ്റേഷനിൽ മിഷണറിമാരായ കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന വളഞ്ഞാക്രമണം മതേതരത്വം ഉയർത്തിക്കാണിച്ച ഇന്ത്യക്ക് അപമാനകരമാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനുമായി ഇന്ത്യയിലുടനീളം നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ക്രൈസ്തവ മിഷണറിമാരെ ആക്രമിക്കുന്ന തീവ്രവാദ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനും അടിച്ചമർത്തുന്നതിലും സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് നിർഭാഗ്യരാണ്. ഇപ്പോൾ ആഗോള ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്നവർ ആഭ്യന്തര തീവ്രവാദ സംഘങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതും അപഹാസ്യമായ ഒന്നാണ്. ഇപ്പം മതപരിവർത്തന നിരോധന ബില്ലിൻ്റെ മറവിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ സംഘപരിവാരം ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ചെയ്ത കുടിലതയുടെ ചരിത്രം മണിപ്പൂർ മുതൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ നിത്യസംഭവമായി ഇന്ന് ഇന്ത്യയിൽ മാറിയിരിക്കുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഈ വർഷം സെപ്റ്റംബറിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2023 ആദ്യ 8 മാസങ്ങളിൽ മാത്രം ഇന്ത്യയിൽ 525 ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്നത്. എണ്ണത്തിൽ 2022 അതിനു മുമ്പ് 2021 ഉണ്ടായ ആക്രമണങ്ങളെ മറികടക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. 2012 2022 ഇടയിലുള്ള 11 വർഷത്തിനിടെ ആക്രമണങ്ങളുടെ എണ്ണം 4 ഇരട്ടിയായി ഉയർന്നു. 2016 247 അക്രമ സംഭവങ്ങൾ ആയിരുന്നുവെങ്കിൽ 2021 അത് 505ആയും 2022 അത് 599ആയി ഉയർന്നു. UCF പുറത്തുവിട്ട ഡാറ്റയിൽ മണിപ്പൂർ ഉൾപ്പെട്ടിട്ടില്ല. മണിപ്പൂർ കൂടി ഉൾപ്പെടുത്തിയാൽ ഈ സംഖ്യ വളരെ വലുതായിരിക്കും. മണിപ്പൂർ കലാപത്തിനിടെ RSS അനുകൂല സംഘടനകളായ അരംബായി തെങ്കോൽ, മെയ്ത്തി ലീപൂൺ എന്നീ സായുധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്രൂരമായ ക്രിസ്ത്യൻ വേട്ടയാണ് നടന്നത്. ഗോത്ര വിഭാഗമായ കുക്കികളുടെ ദേവാലയങ്ങൾ നിരന്തരമായി തകർക്കപ്പെട്ടു. സംഘപരിവാറിൻ്റെ ഹൈന്ദവ ദേശീയതയുടെ മറ്റൊരു പതിപ്പാണ് മണിപ്പൂരിൽ കണ്ടത്. 100 കണക്കിന് പള്ളികൾ മണിപ്പൂരിൽ നശിക്കപ്പെട്ടു. നശിപ്പിക്കപ്പെട്ട ആരാധനാലയങ്ങളുടെ എണ്ണം 642 ആണെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയിൽ പറയുന്നു. ജൂണിൽ ഇംഫാൽ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് വെറും 36 മണിക്കൂറിനുള്ളിൽ 249 പള്ളികൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 150-ൽ അധികം പേർ കൊല ചെയ്യപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീടുപേക്ഷിക്കേണ്ടി വന്നത് 55,000-ഓളം ആളുകൾക്കാണ്. മണിപ്പൂരിൽ നടന്ന ഈ നരനായാട്ടിൽ അവിടുത്തെ BJP ഭരണകൂടത്തിൻ്റെ നിഷ്ക്രിയത്വവും കൃത്യവിലോപവും തുറന്നു കാണിച്ച റിപ്പോർട്ടിൻ്റെ പേരിൽ എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ച് FIR ഫയൽ ചെയ്യുകയാണ് ഉണ്ടായത്. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചത് 2014 മുതലാണ്. 2014 ശേഷം ക്രിസ്ത്യൻ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ വളരെ അധികം വർദ്ധിച്ചതായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുപോലെ 2015 മതപ്രചരണത്തിനിടെ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്ക് നേരെ 365 ഗൗരവപ്പെട്ട ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കത്തോലിക് സെക്കുലർ ഫോറം സമാനമായ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. രാജ്യതലസ്ഥാനത്ത് മാത്രം നിരവധി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 6 പള്ളികൾക്കും ഒരു ക്രിസ്ത്യൻ സ്കൂളിനു നേരെയാണ് 2015 ഡൽഹിയിൽ ആക്രമണം നടന്നത്. 1990-ഓടുകൂടിയാണ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ശക്തിയിലേക്ക് കുതിച്ചതും. വർഗീയമായി ഇന്ത്യയെ വിഭജിച്ച് ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാക്കി നിലനിർത്തുക എന്ന നയം കൂടുതൽ മൃഗീയമായി നടപ്പിലാക്കി തുടങ്ങിയ കാലഘട്ടമാണിത്. ഒറ്റയും തെറ്റയുമായി നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് പുറമെ അനവധി വലിയ കലാപങ്ങളും ക്രിസ്ത്യാനികൾ നേരെ അരങ്ങേറി. അക്കൂട്ടത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ക്രൂരതയാണ് ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയിനും ബാല്യം വിട്ടുമാറാത്ത അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാർക്കും നേരെ 1999 ഒഡീഷയിൽ നടന്നത്. തൻ്റെ വാഹനത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും ബജ്രംഗദൾ ബന്ധമുള്ള ഒരു സംഘം തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു എന്ന കുറ്റമാരോപിച്ചായിരുന്നു സ്വന്തം രാജ്യത്തെക്കാളേറെ ഇന്ത്യയെ സ്നേഹിച്ച നീണ്ട 35 വർഷക്കാലം ഒറീസയിലെ നിർധനരായ കുഷ്ഠരോഗികൾക്കായി ജീവിതം മാറ്റിവെച്ച സ്റ്റെയിനിനെ ബജ്രംഗദൾ സംഘം കൊന്നുകളഞ്ഞത്. കൊലപാതകം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് വദ്വ കമ്മീഷൻ സ്റ്റെയിൻ ഒരു തരത്തിലുള്ള മതപരിവർത്തന പ്രക്രിയയിലും പങ്കാളിയായിരുന്നില്ല എന്നാണ് കണ്ടെത്തിയത്. 2008 ഒഡീഷയിലെ കണ്ടമാലിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ സംഘടിതമായ കലാപം തന്നെ സംഘപരിവാർ അഴിച്ചുവിട്ടു.
പല ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും വീടുകളും അഗ്നിക്കിരയാക്കപ്പെട്ടു. 60,000-ലധികം ആളുകൾ ഭവനരഹിതരാക്കപ്പെട്ടു. 395 പള്ളികളും 5,600-ലധികം വീടുകളും അഗ്നിക്കിരയാക്കപ്പെട്ടു. 600-ലധികം ഗ്രാമങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. ഔദ്യോഗിക കണക്ക് പ്രകാരം 39 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിലും മരണസംഖ്യ 500-ൽ അധികമാണെന്ന് പിന്നീട് നടന്ന ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം കന്യാസ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ വരെ ഉണ്ടായി. ജനക്കൂട്ടം കന്യാസ്ത്രീകളെ തെരുവിൽ ആക്രമിച്ചപ്പോൾ സംഭവ സ്ഥലത്ത് നിസ്സംഗായി നോക്കിയിരുന്ന പോലീസിൻ്റെ സമീപം ഏറെ ഞെട്ടലോടെയാണ് അന്ന് രാജ്യം നോക്കിക്കണ്ടത്. അന്ന് കന്തമാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകളിലാണ് കന്യാസ്ത്രീകളും വൈദികരും ഉൾപ്പെടെ അഭയം തേടിയിരുന്നത്. 2008 സെപ്റ്റംബർ 14 മംഗലാപുരം, ഉടുപ്പി, ചിക്കമംഗലൂർ എന്നിവയുൾപ്പെടെയുള്ള കർണാടകത്തിലെ വിവിധ ജില്ലകളിലായി 20ഓളം പള്ളികൾ തകർക്കപ്പെട്ടു. ഇതേ ആക്രമണത്തിൻ്റെ തുടർച്ചയായി തമിഴ്നാട്ടിൽ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. കൃഷ്ണഗിരിയിൽ മാതാവ് മേരിയുടെ പ്രതിമ മോഷ്ടിച്ചു. മധുരയിൽ യേശുവിൻ്റെ വിഗ്രഹം തകർത്തു. രണ്ടാം മോദി സർക്കാരിൻ്റെ കീഴിൽ അതിക്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്ന ശേഷം ഈ പ്രവണത കൂടുതൽ ശക്തമാകുകയും രാജ്യത്ത് ക്രിസ്തുമത വിശ്വാസികളും ആരാധനാലയങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സ്ഥിതി സംജാതമാവുകയും ചെയ്തു. ഇപ്പോൾ UP, മധ്യപ്രദേശ്, കർണാടക, ഹരിയാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. പള്ളിക്ക് തീയിടൽ, ബലപ്രയോഗത്തിലൂടെ ക്രിസ്തുമത വിശ്വാസികളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നിങ്ങനെ അതിക്രമങ്ങൾ നീളുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നില്ല. ഇന്ത്യയിൽ കലാപങ്ങൾ കുറഞ്ഞുവെന്നും സമീപ വർഷങ്ങളിൽ സ്ഥിതി കൂടുതൽ സമാധാനപരമാണെന്നും NCRP ഡാറ്റ കള്ളം പറയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ അക്രമ സംഭവങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. 2014-ലെ 18-ൽ നിന്ന് 2017-ൽ 50ആയി. ഹരിയാന, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു. മിക്കപ്പോഴും കുറ്റവാളികളെ വെറുതെ വിടുകയും ആക്രമണത്തിന് ഇരയായവർക്കെതിരെ തന്നെ FIRകൾ ഫയൽ ചെയ്യുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് നടക്കുന്നത്. ഇപ്പോൾ 2021-ൽ മാത്രം ക്രിസ്ത്യാനികൾക്കെതിരായി 505 ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ ഏറിയ പങ്കും കർണാടക, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ 2021 ഒക്ടോബർ 3 നിയമവിരുദ്ധമായി മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ പെന്തക്കോസ്ത് സുവിശേഷകനായ പ്രിയോ സാധന പോട്ടറെയും കൂടെയുള്ളവരെയും 250ഓളം വരുന്ന ജനക്കൂട്ടം മർദ്ദിച്ചു. പ്രാർത്ഥനാലയം തകർത്തു. ഇപ്പോൾ 2021 ഒക്ടോബർ 10 ഉത്തർപ്രദേശിലെ മൗ ജില്ലയിൽ പ്രാർത്ഥന നടത്തുന്നതിനെതിരെ ഹിന്ദു വാഹിനി ബജ്രംഗ് പ്രവർത്തനം ആക്രമണം നടത്തി. എന്നാൽ പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മതപരിവർത്തനത്തിന് പോലീസ് കേസിടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ സംഘപരിവാർ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ്ത്യാനികൾ പ്രാർത്ഥനായോഗങ്ങൾ ഒഴിവാക്കണമെന്നാണ് കർണാടക പോലീസ് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ 2021 നവംബർ 21 ബലഗവിയിലെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളോടായിരുന്നു പോലീസിൻ്റെ മുന്നറിയിപ്പ്. മധ്യപ്രദേശിലെ വിദിഷ ജില്ലയിലെ ഒരു കത്തോലിക്ക സ്കൂളിൽ ഹിന്ദു വിദ്യാർത്ഥികളെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നുവെന്നാരോപിച്ച് യൂട്യൂബിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ 2021 ഡിസംബർ 6 300ഓളം വരുന്ന ആൾക്കൂട്ടം സ്കൂൾ തകർത്തു. ഇപ്പോൾ 2021 ഡിസംബർ 12 ഹിന്ദുത്വ ഗ്രൂപ്പിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കർണാടകയിലെ കോലാർ ജില്ലയിൽ ക്രിസ്ത്യൻ മതഗ്രന്ഥങ്ങൾക്ക് തീയിട്ട് നശിപ്പിച്ചത്. NDTVയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2021 കർണാടകത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ 38ാമത്തെ ആക്രമണമായിരുന്നു ഇത്. ഉത്തർപ്രദേശ്, ഹരിയാന, ആസാം എന്നിവയുൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. 2023 ജനുവരിയിൽ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ ഒരു ചർച്ചിന് നേരെ ഹിന്ദുത്വ സംഘടനയുടെ നേതൃത്വത്തിൽ ആക്രമണമുണ്ടായി. മാർച്ച് മാസത്തിൽ ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം നടന്നു. അവിടെ ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം പോലും ഒഴിവാക്കേണ്ടി വന്നു. മതം മാറ്റാൻ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു എന്നാരോപിച്ച് ഹിന്ദുത്വ ഭീകരർ കന്യാസ്ത്രീകളെ ആക്രമിച്ചത്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എതിരെ ഭീഷണിയുമായി ഹിന്ദു ജാഗരൺ മഞ്ച് ആക്രമണം നടത്തുകയുണ്ടായി. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധമെടുത്താൻ ഇടതുപക്ഷ സംഘടന ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് മൃദു സമീപനമാണ് സ്വീകരിച്ചത്. കോൺഗ്രസ് വർഗീയതയുടെ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് തനിത്ത സമീപനമാണ്. സംഘപരിവാറിൻ്റെ വർഗീയത എതിർക്കാൻ സാധിക്കാറില്ല എന്ന് മാത്രമല്ല, അതിനോട് സന്ധി ചെയ്യാനും വളർത്താനുമാണ് എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും സമീപകാല ഉദാഹരണങ്ങളൊന്നാണ് ഛത്തീസ്ഗഡിലുണ്ടായ സംഭവവികാസങ്ങൾ. അവിടെ കോൺഗ്രസിനേറ്റ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളോട് കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നിഷ്ക്രിയമായ നിലപാടുകളാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ആദിവാസികൾക്കിടയിൽ സംഘപരിവാർ നടത്തിയ പ്രചരണങ്ങളുടെ ഫലമായി വലിയ വർഗീയ വിഭജനമാണ് അവർക്കിടയിൽ ഉണ്ടായത്. ഇപ്പോൾ ആദിവാസികൾക്കിടയിലെ ന്യൂനപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ സംവരണം എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ട് മറ്റ് വിഭാഗങ്ങളെ ഇളക്കിവിടാൻ അവർക്കായിട്ടുണ്ട്.
അപ്പം മതപരിവർത്തനത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനും പൗരോഹിത്യത്തിനുമെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ അവിടെ ഉണ്ടായിട്ടും കോൺഗ്രസ് സർക്കാർ കയ്യും കെട്ടി നോക്കി നിന്ന സംഭവം ഉണ്ടായി. ഇതെല്ലാം ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധവും നിരാശയുമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് ശക്തമായി പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് ക്രിസ്ത്യൻ സമുദായത്തെ ആകർഷിക്കാൻ കേരളത്തിൽ സംഘപരിവാർ പല പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണണം. ഇടതുപക്ഷത്തെ തകർക്കാൻ സംഘപരിവാറിനൊപ്പം കൈകോർക്കുന്ന കോൺഗ്രസ് ആകട്ടെ ആ ശ്രമങ്ങൾക്ക് പരോക്ഷമായ ന്യായീകരണം ഒരുക്കുകയാണ്. ഈ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താനും വർഗീയതയെ ചെറുക്കാനും നാടാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സന്ദർഭമാണിത്. RSS ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിനായിട്ടാണ് ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നത്. RSS വളരെ കൃത്യമായി തന്നെ അതിൻ്റെ ശത്രുക്കളെ, ആഭ്യന്തര ഭീഷണികളെ വിചാരരേഖയ്ക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ശത്രു മുസ്ലിമും, രണ്ടാമത്തെ ശത്രു ക്രൈസ്തവരും, മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസത്തെയും അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ കാണാനും അതിനെതിരായി മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങളുടെ വലിയൊരു ഐക്യനിരയും കെട്ടിപ്പടുക്കാൻ നമുക്കാവേണ്ടതുണ്ട്.